ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 28-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 28-29 അധ്യായങ്ങളിലെ വിവിധ ഉത്സവങ്ങളെക്കുറിച്ചും അത് ആചരിക്കേണ്ട രീതിയെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ലേവ്യപുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ ഉത്സവങ്ങളെക്കുറിച്ചും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ വായിച്ചതാണ്, യാഗങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ആരാധനയ്ക്കുള്ളതായ യാഗങ്ങൾ എങ്ങനെ അർപ്പിക്കണമെന്ന് ലേവ്യപുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട വഴിപാടുകളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. പെരുന്നാളുകളൊക്കെ നിശ്ചിത സമയത്ത് തന്നെ അത് നടത്തണം. യഹോവയായ ദൈവമാണ് പെരുന്നാളുകളൊക്കെ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. പെരുന്നാളെന്ന് പറയുന്നത് നന്ദി പ്രകടനങ്ങളാണ്. വ്യക്തിപരമായ നന്ദി പ്രകടനങ്ങളുണ്ട്. വഴിപാടുകളുമായി നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നു. ആദ്യഫലം നമ്മൾ സമർപ്പിക്കുന്നു. ബഹുമതിപൂർവ്വം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന നേർച്ചകളെ നാൾത്തോറും കഴിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ദേവാലയത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കുന്നത് പോലും. എന്നാൽ പെരുന്നാളെന്ന് പറയുന്ന ഒരു വ്യക്തിയേക്കാൾ ഉപരിയായി ഒരു ദേശം മുഴുവനും ഒരു സമൂഹം മുഴുവനും ഒന്നായി ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തലാണ്. അങ്ങനെ വിവിധ പെരുന്നാളുകൾ ദൈവം ഇസ്രായേലിൽ നിയമിച്ചു. അതിൻ്റെ അർത്ഥം ആരാധന വെറും പ്രാർത്ഥന മാത്രമല്ല, വെറും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു മുരടിപ്പ് തോന്നാൻ സാധ്യതയുണ്ട്, ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിൽ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ആരാധനയുടെ ഭാഗമായി ദൈവം ഇവിടെ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. അത് പാട്ടുകളിലൂടെ, സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നതിലൂടെ, ഇന്ന് നമുക്കറിയാം ആധുനിക കാലത്ത് ആഫ്രിക്കയിലൊക്കെയാണ് ഡാൻസുകളിലൂടെയൊക്കെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ സഭയിലെ നേരത്തെ തന്നെ മാർഗംകളി പാട്ടുകൾ, പെരിശുമുട്ടുകളിയും മാർഗംകളി പാട്ടുകളൊക്കെ ആരാധനയുടെ ഭാഗമാണ്. ബൈബിളിലെ കഥകളാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആരാധന എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നത് വെറും മനുഷ്യന് മുരടിപ്പുണ്ടാകുന്ന ഒരു അനുഭവമാകാതെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ, വലിയ ആഹ്ലാദത്തിൻ്റെ അനുഭവമായി അത് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് അതെല്ലാം ഓരോ വർഷം തന്നെ അനേക പ്രാവശ്യങ്ങളായിട്ട് ദൈവം അത് ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാത് സമയങ്ങളിൽ കൃത്യമായിട്ടത് നടത്തണം. അർപ്പിക്കപ്പെടുന്നതായ ബലി ദൈവത്തിന് പരിമളമാണെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ സമർപ്പിക്കലാണ്. എന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതിനേക്കാൾ വലുതായിട്ട് ദൈവത്തിന് പരിമളമായിട്ടൊന്നുമില്ല. എന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ നൽകുന്നതായ വസ്തുക്കളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ എന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകങ്ങളാണ്. ഓരോ വിശ്വാസിയും ദൈവത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവത്തിനത് പരിമള ധൂപത്തിന് അത് തുല്യമായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെയും വൈകിട്ടുമൊക്കെ ആയിട്ട് ഇവർക്ക് രാവിലെ ഹോമയാഗവും വൈകുന്നേരം ഭോജനയാഗവും ഒക്കെയാണ് അവർ അർപ്പിച്ചിരുന്നത്. ബാബേൽ പ്രവാസത്തിന് ശേഷം സമയങ്ങൾക്കൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ മാറ്റമില്ലാതെ അവരതൊക്കെ അത് തുടരുകയാണ്. പിന്നെ 11 മുതൽ വാക്യങ്ങൾ മാസത്തിൻ്റെ ആരംഭത്തിന് ഇത് നടത്തേണ്ടതായ യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമാവാസിയുമായിട്ട് ബന്ധപ്പെട്ട് അത് അന്നത്തെ ജാതികളുടെയിലൊക്കെ അപ്രകാരം ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും ഇസ്രായേലിനെ യഹോവയുമായുള്ള ബന്ധത്തിൽ അതൊക്കെ ആചരിക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്തു കൊടുക്കുന്നു. 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പെസഹ പെരുന്നാളിനെ കുറിച്ചാണ്. 1-ാം മാസം 14-ാം തീയതി പെസഹ ആയിരിക്കണം. ഇതിനെപ്പറ്റി നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. പെസഹ പെരുന്നാളിൻ്റെ പ്രത്യേകത അത് ഭവനങ്ങളിലാണ് വാസ്തവത്തിൽ പെരുന്നാളുകൾ വാസ്തവത്തിൽ നടക്കുന്നത്. പിന്നെ ബലിയർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അവർ ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ബാക്കി പെസഹ എല്ലാ ഭവനങ്ങളിലും അത് ആചരിക്കേണ്ടതാണ്. അത് ഇസ്രായേലിൻ്റെ മിസ്രയീമിൽ നിന്നുള്ള വിടുതലിനെ അത് സൂചിപ്പിക്കുന്നതാണല്ലോ. അത് കൃത്യമായി എല്ലാ മാസവും വളരെ നിർബന്ധമായി അവർ ആചരിക്കേണ്ട പെരുന്നാളാണത്. എല്ലാ മാസവും 1-ാം മാസം 10-ാം തീയതി എല്ലാ ഭവനത്തിലും ആടുകളെ വേർതിരിച്ച് നിർത്തണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിനുശേഷമുള്ള 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. അങ്ങനെ ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. അന്ന് പുളിപ്പ് അവിടെ കാണാൻ പാടില്ല.
പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളാണ്. അവർ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ മാവ് പൊളിക്കുന്നതിന് മുൻപ് അപ്പം ഉണ്ടാക്കി കഴിച്ച് പോരേണ്ട സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ അതിനെ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളെന്ന് പറയാൻ കാരണമായിട്ട് തീർന്നത്. പിന്നീട് ആദ്യഫല അതിൻ്റെ 26-ാം വാക്യത്തിൽ വരുമ്പോൾ ആദ്യഫല ദിവസം അഥവാ കൊയ്ത്ത് പെരുന്നാൾ. ഇത് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ അല്ലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ഇതിനെ വാരോത്സവം എന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതാണ് ഈ ആദ്യഫല ദിവസം അല്ലെങ്കിൽ ആ പെരുന്നാൾ. അത് ഒരു വാരോത്സവമായി അവരെ ആചരിച്ചു വന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പെന്തിക്കോസ്തി പെരുന്നാൾ ഉണ്ടാകുന്നു. അപ്പോൾ അതോട് ചേർന്ന് സീനായി ഉടമ്പടിയെ കൂടി അവർ സ്മരിച്ച് വിളവെടുപ്പിൻ്റെ പെരുന്നാളായി അവർ നടത്തി വന്നിരുന്ന വലിയ പെരുന്നാളാണല്ലോ അവർക്ക് പെന്തിക്കോസ്തി പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിശുദ്ധ സഭായോഗം കൂടുന്ന ദിവസങ്ങളും ആളുകൾ വേലയൊന്നും ചെയ്യാൻ പാടില്ല. മറ്റു പെരുന്നാളുകൾ കഠിന വേലകളൊന്നും ചെയ്യാൻ പാടില്ല. എന്നു പറഞ്ഞാൽ ആ ദിവസം ദൈവത്തോടുള്ള സമർപ്പണത്തിനായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ട്, ആരാധനയ്ക്കായിട്ട് പൂർണ്ണമായി മാറ്റിവെക്കുക എന്നാണ് അർത്ഥം. ജീവിതത്തിൽ നമ്മളും ഒരു ദിവസം തന്നെ കുറച്ച് സമയമെങ്കിലും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാനും മാറ്റിവെക്കുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ പെരുന്നാളുകളുടെയൊക്കെ ലക്ഷ്യം ദൈവത്തിന് ആത്യന്തികമായി നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് നമുക്ക് കർത്തൃ ദിവസമാണ്. അന്നേ ദിവസം നമ്മൾ മറ്റു ജോലികളൊന്നും ചെയ്യാതെ എല്ലാവരും ദേവാലയത്തിൽ പോവുകയും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും, മറ്റു ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ആരാധനകൾ നമ്മൾ നടത്തുന്നു. അല്ലെങ്കിൽ നമ്മുടെ അത് അവിടെ വ്യക്തിപരമായും കുടുംബപരമായിട്ടുള്ള ആരാധന. എന്നാൽ പെരുന്നാൾ എല്ലാ ഞായറാഴ്ചയും സഭയെ സംബന്ധിച്ചിടത്തോളം അത് പെരുന്നാളാണ്. ആ പെരുന്നാൾ ദിവസം എല്ലാവരും കൂടി സഭയിൽ ഒന്നിച്ചുകൂടി സമൂഹമായി ദൈവത്തെ ആരാധിക്കുന്നു. സമൂഹമായി ദൈവത്തിന് നമ്മൾ സമർപ്പിക്കലാണ്. ആ ഒരു വലിയ അനുഭവം ദൈവം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മനുഷ്യ ജീവിതത്തിൽ അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കത്തക്കവണ്ണം, ആഘോഷങ്ങളൊക്കെ ഉണ്ടാകത്തക്കവണ്ണം ആരാധനയെ ക്രമീകരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിലും അതൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അന്തസ്സത്തെ വിട്ട് നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാകുമ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് പ്രസക്തിയില്ലാതെ പോകും. അതൊക്കെ ദൈവികമായ മനുഷ്യനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് എല്ലാ ആഘോഷങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം. ആ രീതിയിൽ അതിനെയൊക്കെ കാണുവാനും സഭയുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലെയും ആ രീതിയിൽ ഉൾക്കൊള്ളുവാനും നമുക്കിടയാകട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.